ഏറ്റവും മിനിമം ഒരു ഇൻഫ്ലേഷനെങ്കിലും കൺസിഡർ ചെയ്തേക്കും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. ഇവിടെ കണ്ടില്ലേ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ബാങ്കുകളും അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം നിക്ഷേപം വരുന്നത് ഏകദേശം 7 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഏകദേശം 60,000 കോടി രൂപയാണുള്ളത്. അതായത് മ്യൂച്വൽ ഫണ്ട് ഉള്ളതിനേക്കാൾ ഏകദേശം 10 മടങ്ങിലധികം തുക ഇപ്പം കേരളത്തിൽ ബാങ്കുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതിനർത്ഥം വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ കേരളത്തിലുള്ള ആളുകൾ അവരുടെ ഫ്യൂച്ചർ ഗോൾസ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഫ്യൂച്ചർ ഗോൾസ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമുക്ക് നഷ്ടമാണെന്ന്. അതെങ്ങനെയാണെന്ന് പല വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു ലോങ് ടൈം ആവറേജ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7% ഓൺ ആൻ ആവറേജ് ഇൻഫ്ലേഷൻ വരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7%. 7% ഇൻട്രസ്റ്റ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റീസെൻറ്റ് ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ഈ 7%. ഇനി ഫർദർ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് വരാനാണ് സാധ്യതയുള്ളത്. സപ്പോസ് നമ്മൾ ഈ ഒരു കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. പിന്നെ ഈ ഇൻഫ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഇൻഫ്ലേഷനാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ട്സുകളെല്ലാം പറയുന്നത് അതിൻ്റെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11% to 12% ആവറേജ് ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ വരുന്നുണ്ട് എന്നാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ കേസിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹോം കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 10% ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് ഏകദേശം 7 ലക്ഷം കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇന്ന് ഒരു മിക്കവരും ഈ പറഞ്ഞ 7% ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഹയർ എഡ്യൂക്കേഷനും പിന്നെ അതോടൊപ്പം തന്നെ ഇവരെ റിട്ടയർമെൻറ്റും പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ വീട് പണിയുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7% ഇൻഫ്ലേഷൻ അത് ഇയർ ഓൺ ഇയർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ 7% ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യം ഒരു വർഷം കഴിയുന്ന സമയത്ത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.07 ലാക്ക് 1,07,000 രൂപ വേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വേണ്ടി വരും. അതായത് 7%, അതായത് നമുക്ക് റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം 10 ആണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 72നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10 കിട്ടി. ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് നമ്മൾ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് 7% ഇൻഫ്ലേഷൻ പ്രകാരം ഓരോ 10 വർഷം കൂടുന്തോറും നമ്മൾ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 7% റിട്ടേൺ തന്നെ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ ഈ 7% നെറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന എമൗണ്ടാണോ? അല്ല. നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ ഏത് ടാക്സ് ലാഭമാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ റിട്ടേണിൽ നിന്ന് നല്ലൊരു ശതമാനം നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10% ടാക്സ് ലാബിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ 10% ടാക്സ് ലാബിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ഈ 7%-ന് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7% ടാക്സ് കൊടുക്കണം. അപ്പോൾ 0.7% ടാക്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെസ്സൊക്കെ കൂടി കൊടുക്കണം. ഞാൻ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ടാക്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റിൻ്റെ റിട്ടേൺ 6.3% ആണ്. ഇനി സപ്പോസ് ഞാൻ 20% സ്ലാബിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ 1.4%
എനിക്ക് കിട്ടുന്ന റിട്ടേണിൻ്റെ 1.4% ഞാൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ 7% നിന്ന് ഇത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5.6% ആണ് നെറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. സപ്പോസ് ഞാൻ ഇപ്പോൾ ഒരു 30% ലാഭമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ 7% നിന്ന് 2.1% എനിക്ക് ടാക്സ് കൊടുക്കാൻ എനിക്ക് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4.9% ആണ് എനിക്ക് നെറ്റ് കിട്ടുന്നത്. അതായത് ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5% കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം അത് 5% വെച്ച് എൻ്റെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് 72നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 14.4. അതായത് 14 വർഷം കൊണ്ടാണ് ഈ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ എക്സ്പെൻസ്, കാരണം ഇൻഫ്ലേഷന് ടാക്സ് ഒന്നുമില്ല, എൻ്റെ എക്സ്പെൻസ് 10 വർഷം കൂടുമ്പോൾ നോർമൽ സിറ്റുവേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഹയർ എഡ്യൂക്കേഷന് ഇപ്പോൾ ഈ നോർമൽ അറൗണ്ട് 11 to 12% ഇൻഫ്ലേഷനാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ഈ ഫ്യൂച്ചർ ഗോള് ഇപ്പോൾ സപ്പോസ് നമ്മളെ മകന് ഒരു ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നതാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ 2024 ഇന്നിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ചിലവ് വരുമെങ്കിൽ ഓൺ ആൻ ആവറേജ് 12% ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 6 വർഷം കഴിയും തോറും നമ്മളെ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതായത് 2024 ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഇതേ സെയിം കോഴ്സ് അന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വേണ്ടി വരും. 2036 ആകുമ്പോഴേക്കും ഇതിന് 40 ലക്ഷം രൂപ വേണ്ടി വരും. അതേസമയം ഞാൻ ഈ ഒരു തുക 7% റിട്ടേൺ കിട്ടുന്ന, ഇന്ന് എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, 7% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ 2030 ആകുമ്പോഴേക്കും ഞാനിവിടെ ടാക്സ് ഒന്നും കണക്ക് കൂട്ടുന്നില്ല. 2030 ആകുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്തും ഇതൊരു 15 ലക്ഷം രൂപ ആകുള്ളൂ. 2036 ആകുമ്പോൾ ഇത് 22.5 ലക്ഷം രൂപ ആകുള്ളൂ. അതായത് ഈ പറഞ്ഞ 6 വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് വേണ്ട തുകയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇന്ന് വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള തുക വെച്ചിട്ട് മോൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും. ആ തുക ഇന്ന് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വരും. ഇനി വീണ്ടും ഒരു 6 വർഷം കൂടി കഴിയുന്ന സമയത്ത് ഇവിടെ വരുന്നത് 17.5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഫ്യൂച്ചർ ഗോൾസ് എല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഞാൻ ടാക്സും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നെറ്റ് റിട്ടേൺ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സംഭവിക്കാൻ പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജായിട്ടുള്ള നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും മിനിമം ഒരു ഇൻഫ്ലേഷനെങ്കിലും കൺസിഡർ ചെയ്യും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. ഇവിടെ കണ്ടില്ലേ, 6 വർഷം കഴിയുമ്പോൾ 5 ലക്ഷം രൂപയുടെ നഷ്ടം. ഇപ്പം 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും 17.5 ലക്ഷം രൂപയുടെ നഷ്ടം. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ അതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി മ്യൂച്വൽ ഫണ്ട് പോയില്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഇപ്പോൾ ഒരു 9 to 10% ആവറേജ് റിട്ടേൺ ഗോൾഡ് ലോങ് ടൈം ആവറേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ഇൻഫ്ലേഷനെങ്കിൽ ബീറ്റ് ചെയ്യാൻ നമുക്ക് നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് നടക്കും. അല്ലാതെ ഈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ ഗോൾ നമ്മൾ പ്ലാൻ ചെയ്താൽ ഒരു കാരണവശാലും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യില്ല. അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക ഞാൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിക്ഷേപ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അറിവുകൾ, ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്ക്കായിട്ട്, അതായത് ഞങ്ങൾ സർവീസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്ക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്പറിൽ താങ്കൾ വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.